എന്താണ് വിശ്വാസം? ഒരു വ്യക്തിയെയോ സംഭവത്തിനെയോ വസ്തുവിനെയോ നമുക്ക് മനസ്സിലാക്കുന്നതിന് വ്യത്യസ്ത കോണുകളിൽ കൂടെ ഉള്ളതായിരിക്കുന്ന അഥവാ വ്യത്യസ്ത ഡയമെൻഷനുകളിൽ കൂടെ ഉള്ളതായിരിക്കുന്ന കാഴ്ചയും പരിശോധനയും ആസ്വാദനവും നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിനെ നമുക്ക് വിശ്വാസം എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. വ്യക്തമായി നാം വിവേചിച്ചറിഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളിൽ, ആസ്വദിച്ചറിഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തിന് എന്താണ് പ്രസക്തി? അതുകൊണ്ട് അതിനെ വിശ്വാസമെന്ന് പറയുക അസാധ്യമാണ്. എന്നാൽ കേൾവിയിൽ കൂടെയോ വായനയിൽ കൂടെയോ നമ്മുടെ ബൗദ്ധിക തലത്തെ സ്വാധീനിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ മിഴിവുള്ള യാഥാർത്ഥ്യങ്ങളായി നാം ഉൾക്കൊള്ളുമ്പോഴാണ് അതിനെ നമുക്ക് വിശ്വാസമെന്ന് പറയുവാനായിട്ട് സാധിക്കുക. ബൈബിൾ എന്താണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസം എന്ന വാക്കിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ ബൈബിൾ നിർവചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടതായിരിക്കുന്ന ഈ ഭാഗം. ഞാനിതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അതായത് വിശ്വാസത്താൽ ഉള്ളതായിരിക്കുന്ന രക്ഷ. ഏതൊരു വിശ്വാസിക്കും രക്ഷ സാധ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പൊതുവായ അർത്ഥത്തിൽ എന്തിനായി വിശ്വസിക്കുന്നവരും വിശ്വാസികളാണ്. അത് വിശ്വാസത്തിലേക്കുള്ളതായിരിക്കുന്ന രക്ഷയാകുമോ? അങ്ങനെ ഒരിക്കലും പറയുവാൻ സാധ്യമല്ല. ഈ വിശ്വാസങ്ങളെല്ലാം മനുഷ്യനെ രക്ഷയിലേക്ക് വഴി നടത്തുമോ? എന്താണ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്ന വിശ്വാസം? റോമാലേഖനം 10:9, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തിനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഈ 2 വാക്യങ്ങൾ വഴി ബൈബിൾ ഖണ്ഡിതമായി പറയുന്നു, രക്ഷയ്ക്കുള്ള വഴി അത് ക്രിസ്തു മാത്രം. എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ യാഗം രക്ഷയ്ക്കുള്ള ഏകമാർഗം ആയി തീരുന്നത്? ശ്രദ്ധിക്കുക, പാപിയായ ഒരു മനുഷ്യൻ തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു യാഗമർപ്പിച്ചാൽ അത് അവൻ്റെ മുഴുവൻ പാപങ്ങളുടെയും പരിഹാരത്തിന് പോലും മതിയായി തീരുകയില്ല. എന്നാൽ ഒരു യാഗമൃഗത്തെ പോലെ ക്രൂശിലേക്ക് ആനയിക്കപ്പെട്ട ക്രിസ്തുവിൽ ഒരു കുറവും കണ്ടെത്തുവാൻ, ഒരു പാപവും കണ്ടെത്തുവാൻ യേശുവിനെ ന്യായം വിധിച്ചതായിരിക്കുന്ന ന്യായാധിപനായിരിക്കുന്ന പീലാത്തോസിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്? ഒന്നാമതായി അത് എനിക്ക് വേണ്ടിയാണ്. അടുത്തത് ഈ മുഴു ലോകത്തെയും മാനവജാതിക്ക് വേണ്ടിയായിരുന്നു. പാപമംഗലമായിരിക്കുന്ന സ്വന്തം ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവരെ രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്ന ഏവർക്കും വേണ്ടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില യേശു സ്വന്തം രക്തത്താൽ കൊടുത്ത് തീർത്തു. അത് നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷയിലായിത്തീരുന്നതായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പാരമ്പര്യങ്ങളും പുണ്യകർമ്മങ്ങളും വംശാവലികളുമല്ല, മറിച്ച് ക്രിസ്തുവാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ദാനധർമ്മങ്ങൾ, സഹജീവികളോടുള്ളതായിരിക്കുന്ന കരുതൽ, സ്നേഹം, ഇവയെല്ലാം ആവശ്യമാണ് എന്ന് മാത്രമല്ല, അത് നാം അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക, രക്ഷ നമുക്ക് പ്രാപ്തമാക്കുന്നത് യേശുവാണ്, യേശുവിൽ ഉള്ളതായിരിക്കുന്ന വിശ്വാസമാണ്. റോമാലേഖനം 5:1 വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് സമാധാനമുണ്ട്. റോമർ 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഈ വിഷയം തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു സാധ്യമായിരിക്കുന്ന രക്ഷ, അത് വാസ്തവമായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. ആ രക്ഷയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ തുടർച്ചയായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഈ വിഷയം ചിന്തിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ജോയ് EV.